എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധാർ ആപ്പ് വിവര കൈമാറ്റം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ആധാർ ആപ്പ് വന്നിരിക്കുകയാണ്. ആധാർ നൽകാതെ തന്നെ വിവരം കൈമാറാനായിട്ടാണ് പുതിയ ആപ്പ് വന്നിരിക്കുന്നത്. ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവയ്ക്കുവാനുള്ള സംവിധാനമാണ് പുതിയ ആധാർ ആപ്പിലൂടെ യാഥാർത്ഥ്യമാവുക. ആപ്പ് സ്റ്റോറുകളിൽ ആപ്പ് ലഭ്യമായി തുടങ്ങിയെങ്കിലും ഔദ്യോഗിക ലോഞ്ച് ഡിസംബർ അവസാനത്തോടെയായിരിക്കും. ആധാർ കേന്ദ്രത്തിലെത്താതെ തന്നെ മൊബൈൽ നമ്പർ, വിലാസം, പേര് തുടങ്ങിയ അപ്ഡേറ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ഈ ആപ്പിലുണ്ടാകും. ആധാർ ആപ്പ് പൂർണ്ണ തോതിലാകുന്നതോടെ നിലവിലുള്ള ആധാർ ആപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കും. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുതിയൊരു ആപ്പ് പ്രവർത്തനക്ഷമമാകുന്നതോടെ ആധാർ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. ഈ ആധാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ ആധാറിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ആപ്പ് നമ്മൾ പ്രത്യേകം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഈ ഒരു ആധാറിൻ്റെ ആപ്പ് വരുന്നതോടുകൂടി നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്പ് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആധാറിൻ്റെ കാർഡൊന്നും നമ്മൾ കയ്യിൽ കൊണ്ടുനടക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആധാറുമായി ബന്ധപ്പെട്ട ഏത് രേഖയാണ് നമ്മുടെ ആധാറിൽ നിന്ന് നൽകേണ്ടത്, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ മാത്രം നമുക്ക് കൈമാറാനായിട്ട് സാധിക്കുന്നതാണ്. ബാക്കി രേഖകളെല്ലാം നമുക്ക് മറച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ്. അതാണ് ഈ പുതിയൊരു ആപ്പിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഫോട്ടോ കോപ്പി നൽകാതെ തന്നെ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി വിവിധ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ ആപ്പ് സഹായിക്കും. ഉദാഹരണത്തിന്, ഹോട്ടലുകളിൽ താമസിക്കാൻ എത്തുന്നവരുടെ ആധാർ പകർപ്പ് വാങ്ങിവെക്കുന്ന രീതി ഇനി വേണ്ടിവരില്ല. പകരം ഹോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു QR കോഡ് പുതിയ ആധാർ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം. തുടർന്ന് ഏതൊക്കെ വിവരങ്ങളാണ് ഹോട്ടലിന് കൈമാറേണ്ടതെന്നുള്ളത് കാണിക്കും. ഉദാഹരണത്തിന് പേര്, ജനനത്തീയതി, സ്ഥലം എന്നിവ. വ്യക്തി ഇത് അപ്രൂവ് ചെയ്യുന്നതോടെ ഫോണിൻ്റെ ക്യാമറയിൽ മുഖം കാണിക്കണം. ഇതോടുകൂടി വേരിഫിക്കേഷൻ പൂർത്തിയാകും. ആധാർ നമ്പറും പങ്കുവെക്കേണ്ടതില്ല. പ്രായം തെളിയിക്കേണ്ട സാഹചര്യത്തിലും ആധാർ ആപ്പ് സംവിധാനം ഉപയോഗിച്ച് ആധാർ ആപ്പ് സഹായത്തിനെത്തും. പ്രായം തെളിയിക്കേണ്ട സാഹചര്യത്തിലും ആധാർ ആപ്പ് സംവിധാനം ഉപയോഗിച്ച് ആധാർ ആപ്പ് സഹായത്തിനെത്തും. സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം നിലയിൽ അക്കൗണ്ട് തുടങ്ങാൻ 18 വയസ്സ് തികയണമെന്നതാണ് 2027 നടപ്പാക്കിയിരിക്കുന്ന വ്യവസ്ഥ. സമൂഹ മാധ്യമങ്ങളിൽ പ്രായം പരിശോധിക്കാനും ഇത് സഹായകമാകും. ഇത്രയുമാണ് പുതിയ ആധാർ വന്നേക്കുന്ന പുതിയ സവിശേഷതകൾ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ആപ്പ് നിർബന്ധമായും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ആധാറിൻ്റെ പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യേണ്ടതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ബാറിൽ കാണുന്നതാണ്. സെർച്ച് ബാറിൽ ആധാർ എന്ന് ടൈപ്പ് ചെയ്യുക. ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആധാർ ആപ്പുകളുടെ ലിസ്റ്റ് വരുന്നത് കാണാം. ഇവിടെ നമ്മൾ ആദ്യമേ കാണുന്നത് ആപ്പ് ആധാർ എന്നുള്ള ഒരു ആപ്പാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പുകളാണ്. ആ ഒരു ആപ്പാണ് ഇനി ഇല്ലാതാകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ആപ്പാണ് രണ്ടാമത് കാണുന്നത്. ആ ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് രണ്ടാമത് കാണുന്ന ആപ്പ് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ആ ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്നേ കാണാൻ സാധിക്കുകയുള്ളൂ. പുതിയതായിട്ട് വരുന്നവർ ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ബീറ്റ ടെസ്റ്റർ ആകാനുള്ള അവസരമുണ്ട്. നമ്മൾ ബീറ്റ ടെസ്റ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പിൽ വരുന്ന എല്ലാ അപ്ഡേറ്റുകളും ആദ്യം നമുക്കാണ് ലഭിക്കുക. അതിനുശേഷമാണ് അത് പബ്ലിക്കിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ആപ്പ് ആയതുകൊണ്ട് നമുക്ക് ബീറ്റ ടെസ്റ്റർ ആകാനുള്ള അവസരം കൂടെ കിട്ടുന്നതാണ്. എന്തായാലും ഞാൻ ബീറ്റ ടെസ്റ്റർ ആകാനുള്ള ഓപ്ഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറേ പെർമിഷനുകളൊക്കെ ചോദിക്കുന്നതാണ്. ആ പെർമിഷനൊക്കെ അംഗീകരിച്ച് കൊടുക്കുക. ആധാറിൻ്റെ ഈ ഒരു പുതിയ ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടുത്ത പെർമിഷൻ വരുന്നതാണ്, അതും അലോ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുറേ പെർമിഷനുകളൊക്കെ ചോദിക്കുന്നതാണ്. ഈ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ആപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ആധാർ ആപ്പിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മെസ്സേജാണ് ഏറ്റവും ആദ്യത്തെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതിന് തൊട്ട് താഴ്ഭാഗത്ത് പറയുന്ന മെസ്സേജിൽ പറയുന്നത് സുരക്ഷിതവും തടസ്സരഹിതവുമായ ഒരു ആധാർ സേവനത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ആപ്പിലുള്ള ഓരോരോ ഫീച്ചേഴ്സും ഈ ഓരോരോ സ്ക്രീനിലായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് പോകാനായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഡിസ്കവർ കീ ഫീച്ചേഴ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് പോകും. ഈ ഒരു സ്ക്രീനിൽ പറയുന്നത് നിങ്ങളുടെ ID ഡിജിറ്റലായിട്ട് പങ്കിടുക എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് പറയുന്ന മെസ്സേജിൽ നിങ്ങളുടെ ID ഫിസിക്കലായിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല, അത് ഡിജിറ്റലായിട്ട് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതിനായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതാണ്. അടുത്ത സ്ക്രീനിൽ പറയുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ രേഖകൾ നമ്മൾ ഈ ഒരു ഒറ്റ ആപ്പിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഡിസൈൻ ഫോർ ഫാമിലീസ്, മാനേജ് മൾട്ടിപ്പിൾ ആധാർ പ്രൊഫൈൽ ഓൺ എ സിംഗിൾ ഡിവൈസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതിനായിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ പറയുന്നത് നിങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആധാറിലുള്ള എന്തൊക്കെ വിവരങ്ങൾ പങ്കിടണം അല്ലെങ്കിൽ പങ്കിടണ്ട എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ മെസ്സേജിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നതിനായിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതാണ്. ഈ വന്നിരിക്കുന്ന സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്നത് കൺവീനിയൻസ് മീറ്റ്സ് സേഫ്റ്റി വിത്ത് ഫേസ് ഒതൻറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ പറയുന്നത് മുഖം തിരിച്ചറിയുന്നതോടൊപ്പം സുരക്ഷയും ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആപ്പിൽ ഫേസ് ഒതൻറ്റിഫിക്കേഷൻ സൗകര്യം കൂടെ ഉള്ളതാണ്. അത് നമ്മുടെ മുഖം നോക്കി തന്നെ നമ്മൾ യഥാർത്ഥ ആൾ തന്നെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സുരക്ഷാ സംവിധാനവും ഈ ഒരു ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത സ്ക്രീനിലേക്ക് പോകാനായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഒരു സ്ക്രീനിൽ പറയുന്നത് ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കൈവിരൽ തുമ്പിൽ തന്നെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വീഡിയോയുടെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കേണ്ടത്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഇതേതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, അത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് അത് മാത്രം സെൻഡ് ചെയ്യാൻ ഷെയർ ചെയ്യാനുള്ള സൗകര്യമാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതിനായിട്ട് എൻ്റർ ആധാർ നമ്പർ എന്ന ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ ആധാർ നമ്പർ കൊടുക്കാനായിട്ട് ആധാർ നമ്പർ വെർച്വൽ ID എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി ഒതൻറ്റിഫിക്കേഷൻ പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 നിർദ്ദേശങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ അതനുസരിച്ച് ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐ ആം റെഡി വിത്ത് മൈ ആധാർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആധാർ നമ്പർ ആദ്യം അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഫേസ് ID കൊടുക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ആധാർ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിവിടെ അത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകാം. നമ്മൾ ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം അടുത്ത സ്ക്രീനിൽ വരുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ഒരു ആധാർ ആപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ഒരു കോളത്തിൽ ഒരു ടിക്ക് മാർക്ക് രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ ഒരു ആധാർ ആപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മളൊന്ന് എഗ്രി ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഈ ഒരു ആപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അംഗീകരിച്ചതായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് പോകാം. ഈ ഒരു സ്ക്രീനിലേക്ക് വരുമ്പോൾ നമ്മൾ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സിം നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ ഫോണിൽ ഒരു സിമ്മേ ഉള്ളൂ. ആ ഒരു സിമ്മാണ് ഞാൻ എൻ്റെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെയാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇനി താഴ്ഭാഗത്തായിട്ട് കാണുന്ന സെൻഡ് SMS എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ഫോണിലേക്ക് SMS കോഡുകളൊക്കെ വരാനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ആയിട്ടൊരു പോപ്പപ്പ് മെസ്സേജും വന്നിട്ടുണ്ട്. അതും നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആധാർ ആപ്പിൽ നിന്ന് വരാനുള്ള മെസ്സേജുകളെല്ലാം നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം അലോ ചെയ്ത് കൊടുക്കുന്നത്. അതോടുകൂടി ഈ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആകുകയാണ്. അതോടുകൂടി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ഒതൻറ്റിഫിക്കേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ നല്ല വെട്ടമുള്ളിടത്ത് നിൽക്കുക. അതിനുശേഷം നമ്മുടെ മുഖം നല്ലപോലെ കാണിച്ചുകൊണ്ട് കണ്ണ് നല്ലപോലെ തുറന്ന് കാണിക്കുക. അതോടുകൂടി നമ്മുടെ ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ പൂർത്തിയാകുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് താഴെ കാണുന്ന ഇനിഷ്യേറ്റ് ഫേസ് ഒതൻറ്റിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസ് കാണിക്കാവുന്നതാണ്. അതോടുകൂടി ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകുന്നതാണ്. അങ്ങനെ എൻ്റെ ഫേസ് ഒതൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ 6 ഡിജിറ്റ് പിൻ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ ആധാർ ആപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആപ്പ് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട സെറ്റിങ്സ്. ഇനി നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ആധാർ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിൽ വരുന്നതാണ്. ഇത് നമ്മൾ ഷെയർ പ്രൊഫൈൽ എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ഷെയർ എന്നുള്ളതാണ്. നമ്മുടെ ആധാറിലുള്ള ഏത് വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഈ സെലക്റ്റീവ് ഷെയർ എന്നുള്ള ആദ്യത്തെ ഓപ്ഷനിൽ വരുന്നത്. രണ്ടാമത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഷെയർ എന്നുള്ളതാണ്. ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആധാറിലുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് തൊട്ട് താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഡൗൺലോഡ് ആധാർ എന്നുള്ളതാണ്. നമ്മുടെ ആധാർ ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണ് എന്നുള്ളതാണ് ഈ ഒരു ആധാർ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൂടാണ്ട് വേറെയും ഫീച്ചേഴ്സ് ഈ ഒരു ആധാർ ആപ്പിലുണ്ട്. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നത്. അതിനാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്